ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? അറിഞ്ഞില്ലേ? വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിക്കണമെന്ന് ഞാൻ വിചാരിക്കണു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ജാസി ഗർഭിണിയായി. അറിഞ്ഞോ നിങ്ങളെ? ഇല്ല അല്ലേ? എന്നാ കേട്ടോ. 2 ദിവസം മുമ്പ് ഓൻ്റെ മാസക്കുളി തെറ്റി. അപ്പം എന്ത് ചെയ്തു? ഓൻ ഈ വിവരം ആശിനോട് പറഞ്ഞു. അപ്പം ആശിക്ക് അപ്പളേ ഒരു ഡൗട്ട് ഉണ്ട് ഇത്രേ. എന്താ ഇപ്പം ഈ മാസക്കുളി തെറ്റിയിരിക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ രണ്ടാളും പാടെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടറും അത് മിഞ്ഞാന്ന് തന്നെ സ്ഥിരീകരിച്ചു. ഇത് ഗർഭമാണെന്ന്. അങ്ങനെ ആ ഗർഭം സ്ഥിരീകരിച്ച് വരുന്ന വയ്യാതെ വേണേ ഒന്ന് കണ്ടോ. കയ്യോ വയറുമെന്ന് എടുക്കൂല. കയ്യോ വയറുമെന്ന് എടുത്താൽ പാവാടയുടെ ഉള്ളിൽ കൂടെ അങ്ങ് ഉഗ്ഗും. കാരണം മിഞ്ഞാന്നുണ്ടായ ഗർഭം ഈ ഇന്ന് നേരം വെളുത്തപ്പഴത്തിന് 10 തികഞ്ഞില്ലേ. വല്ലാത്തൊരു വളർച്ച തന്നെ കുട്ടിക്ക്. കുട്ടി ബലൂണിനേക്കാൾ വലിയ വളർച്ചയിലാണ് വളർന്നു വരുന്നത്. 2 ദിവസം കൊണ്ട് ഇജാതി വളർച്ച അറിയണമെങ്കിൽ അപ്പൊ ഞാൻ ഇതിനെ പെറ്റിട്ടുണ്ടെങ്കിൽ എന്ത് വളർച്ചയെക്കാരെന്ന് പഠിച്ചോനിക്കറിയാം. ആ എന്തെങ്കിലും ആകട്ടെ. ഞാനിപ്പോ ഇനിയിപ്പോ ഓന്റെ എന്തായാലും ഗർഭം ഇപ്പൊ എത്ര പെട്ടെന്നായതല്ലേ. 2 ദിവസം കൊണ്ട് വേറും നടക്കുന്നു എനിക്ക്. അപ്പൊ ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് ഈ ചങ്ങായി വേറൊരു വീഡിയോ ഇടുന്നത്. ഇതാ അതും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ വീഡിയോ എന്നല്ലേ? ഒരുപാട് പേര് ഒരു സംശയം, ജാസി ഗർഭിണിയാണോ, ജാസി പ്രസവിച്ചോ, അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കണം എന്നുള്ള സംഭവം നിർബന്ധമായിട്ടും കഴിക്കേണ്ട സാധനമാണ്. അല്ല വയറിപ്പ എവിടെ പോയി? പെണ്ണുങ്ങൾ പറഞ്ഞ അവിടെ ആക്കട്ടെ, അന്റെ വേറെ എന്തായി? അതിന്റെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട്. ഇതിപ്പോ ഈ ഏറ്റിയും കൊണ്ട് നടന്ന വയറെവിടെ ചങ്ങായി? അത് ശരി, ഇപ്പൊ അതില്ലേ? എന്തായാലും ബാക്കിയും കൂടിയും കേൾക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൾറെഡി പ്രസവം കഴിഞ്ഞ സ്ത്രീകള് ഇത് കഴിക്കണത്. അത് ശരി. അപ്പൊ നിങ്ങളെ നാട്ടിലും പെണ്ണെന്നെ പറഞ്ഞല്ലേ? പിന്നെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഈ വേറിന്റെ കഥയും കൊണ്ടുവന്നു? 2 ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര, ഇന്നലെ രാത്രി വരെ എനിക്ക് ഭയങ്കര 10 തികഞ്ഞ് നിൽക്കുക. 10 കഴിഞ്ഞപ്പോഴത് 12 എത്തിയിരുന്നു എന്റെ വയറൊക്കെ പാടെ കണ്ടിട്ട്. എന്നിട്ട് ഇപ്പൊ ഇജ്ജിപ്പോ എന്താ പറയണു? നിങ്ങളെ നാട്ടില് പെണ്ണുങ്ങളാ പെറുകന്ന്? എന്ത് വർത്താനം എങ്ങായി? ബാക്കി കേക്കാം. ബോണ്ട് സ്ട്രോങ്ങിനും സ്കിന്നിന്റെ സ്ട്രോങ്ങിനും പിന്നെ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് അത്രയും ഒരു വലിയ ഹെവി കഴിഞ്ഞതുകൊണ്ട് അവര് ഒരു സ്കിന്നും അവരുടെ ശരീരമൊക്കെ നന്നായിട്ട് പുഷ്ടി ആവാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറത്തൊക്കെ എല്ലായിടത്തും ഏകദേശം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇല്ല, ഇതുവരെ നമ്മളെ നാട്ടിലൊന്നും പേറും പ്രസവം നടന്നിട്ടില്ല. ഇജിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിപ്പോ ആരും അറിയില്ല. എങ്ങനെയാ പെറുക, പെറ്റിട്ട് എന്തൊക്കെയാ തിന്നുക, ശരീരം എങ്ങനെയാ പുഷ്ടിപ്പിക്കുക, അതൊക്കെ ഇപ്പൊ ഇജ്ജ് പറഞ്ഞുകൊണ്ടാണ്. ഇനി എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ പേറും പ്രസവം നടക്കും. കാരണം വലിയൊരു സഹായമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പെണ്ണുങ്ങൾ എങ്ങനെയാ പെറുക, ഇനി അഥവാ അറിയാതെ പെറ്റ എന്തൊക്കെയാ തിന്നുക, അതൊക്കെ പോകാൻ പറഞ്ഞു തന്നിട്ട് വേണം പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവ പിഴിഞ്ഞത് എന്ന് പറയും. ചിലർക്ക് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉലുവ പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുടിച്ചു നോക്കട്ടെ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടക്ക് ദുബായിലുള്ള സമയത്ത് ഉണ്ടാക്കാറുണ്ട്. മറ്റോനെന്താ അവിടെ ഗുണഗുണന്ന് പറയണു? ഓൻ ക്യാമറാമാനല്ലേ? എനിക്കിപ്പോൾ അതല്ല സങ്കടം. ഈ ചെങ്ങായി ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓനിപ്പോൾ 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. ഇപ്പം അതാ ഈ വീഡിയോയിൽ വന്നിട്ട് ഗർഭല്ല പെണ്ണുങ്ങളും പ്രസവിച്ച പെണ്ണുങ്ങളും ഉലുവ തിന്നേണ്ടത്. ഓനിക്ക് പേഴ്സണലി ഉലുവ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ പെണ്ണുങ്ങൾ ഉലുവ തിന്നണോ, ഗോതമ്പ് ചോറ് തിന്നണോ, ലേഹ്യം തിന്നണോ എന്നൊക്കെ ഇപ്പൊ ഇവൻ പറഞ്ഞിട്ട് വേണം അറിയാൻ. അല്ലാതെ ആർക്കും അറിയില്ലല്ലോ. പെറ്റ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾ എന്തൊക്കെയാ തിന്നുക എന്നുള്ളത്. ഞാനാണെങ്കിലോ ഇവ ഇന്ന് പെറും നാളെ പെറും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമ്മാനം വാങ്ങിക്കും. ഇത് ഓൻ്റെ കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ സോക്സ്. ഇനിയിപ്പോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇടാലോ. പിന്നെ ഇത് ഓനിക്ക് വാട്ടർ ബലൂണാണ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കണല്ലോ. അതിനിപ്പോ ആ സമയത്ത് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിപ്പായണ്ട. ഇത് 2 വെള്ളം നിറച്ചാടെ വെച്ചാൽ മതി. അതിന് ഞാൻ ഓനക്ക് വാട്ടർ ബലൂണും വാങ്ങിക്കുന്നു. പിന്നെ ഓൻ്റെ കുട്ടിക്ക് കളിച്ചല്ല കളറ്, പെൻസില്, ഇതൊക്കെ ഞാൻ വാങ്ങിക്കുന്നു. പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിക്കുന്നു. ഓൻ്റെ കൊലമ്മടാനൊരു മോതിരം. സ്വർണത്തിന്റെ ഒന്നും അല്ല കേട്ടോ, അതിനൊന്നുമില്ല വകുപ്പിൻ്റെ അടുത്തില്ല. ആ ജീരക മുട്ടായി വാങ്ങിയപ്പോൾ കിട്ടിയതാ. അപ്പൊ ഏതായാലും കുറച്ച് വലിപ്പം എൻ്റെ കയ്യിന് കൊള്ളുന്നില്ല. അപ്പൊ എൻ്റെ കൊലമേലും ഇടാലോ. കാരണം കൊലല്ലജ് പറ്റിക്കല്ലേ. അപ്പൊ ഞമ്മക്ക് ആ കൊലക്കെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു കൊലച്ചതിയായി പോകുമല്ലോ. അതുകൊണ്ട് അയിമിടാനും ഞാനൊന്ന്
വാങ്ങിന്നു. ഇപ്പൊ അത് കാണാനല്ല. അത് അയിമ ഇടുകയെന്ന് പറഞ്ഞോണ്ടാണ് അതടക്കം ഇറങ്ങി ഓടിയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചോടത്തൊന്നും അത് കാണാനല്ല. എന്തായാലും ഇപ്പൊ കുട്ടിയുടെ സോക്സും ഈ കളർ പെൻസിലും ഒക്കെ വെറുതെ ആയിന്നാ ഇപ്പൊ ജി പറയണത്. അപ്പൊ ഇജ്ജ് വെറുന്നില്ലേ? ഇജിപ്പോ ഈ വാട്ടർ ബലൂണും വീർപ്പിളിയും ഒക്കെ പാടെ വീർപ്പിച്ചിട്ടാണല്ലോ ഓണ്ട് മിഞ്ഞാന്ന് എവിടെ പോയിട്ട് ഓൻ കുമ്പിടണം ഇങ്ങനെ ഓൻ്റെത് കാണാതിരിക്കാനേ. കേക്കണങ്ങള് ഓൻ പൊത്തിയിട്ടാ കുമ്പിടുന്നത്. ആരെങ്കിലും കണ്ടാ ഓന്റെ ചാരിതാർത്ഥ്യം മുഴുവൻ പോകുമല്ലോ. കാരണം ഇത് മനുഷ്യന്മാരെ കാണിക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചരാ. അതാ പൊത്തി, കണ്ടില്ലേ നിങ്ങള്? പൊത്തിയേ നാട്ടിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൻ പൊത്തിയതാ. മനസ്സിലാക്കണം നിങ്ങള്. ആരും അങ്ങോട്ട് നോക്കരുത് കേട്ടോ. വെറുതെ അന്യ പുരുഷന്മാരെ അവറത്ത് കാണാൻ നിൽക്കരുത്. ഞാൻ എല്ലാ കാര്യം പറഞ്ഞുതരാം. കണ്ടില്ലേ നിങ്ങളെ? അന്യ പുരുഷന്റെ അവറത്തേക്ക് നോക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങൾ ആരും നോക്കരുത് കേട്ടോ. ഓന് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതിനെ കാണിച്ചു കൊടുക്കുള്ളൂ. എന്നാൽ ഓനോട് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഓൻ ആ സ്റ്റേജിൽ കയറിയിട്ട് ഇത് പൊത്തിക്കണം എന്തിനാ അറിയോ? ഓനക്ക് അതൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരൊന്നും ബോധിപ്പിക്കണം. അപ്പൊ നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടൊന്നും ഓനോട് ആരെങ്കിലും ഒന്നാണ് പറഞ്ഞോളാ. എനിക്ക് നേരിട്ട് ബന്ധമല്ല. അതുകൊണ്ട് ആരെങ്കിലും അറിയുന്ന ഓന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളാം. എനക്ക് ഇതൊക്കെ ഉണ്ടെന്ന് ഞങ്ങളാണ് വിശ്വസിച്ചുക്കണോന്നുള്ളത് കേട്ടോ. എന്തൊക്കെയായിരുന്നു അങ്കെന്നറിയോ? ഓൻ ഗർഭിണി, ഓനിക്ക് ചോറ് കൂട്ടി കൊടുക്കാതാ കണ്ടോ. ഓനിക്ക് അനങ്ങാൻ വെച്ചട്ടോ. ഇതെന്താ ഇപ്പൊ ഈ കെട്ടി വെച്ചിക്കണേ? ഇങ്ങനെ അനങ്ങാനും നീങ്ങാനും വെച്ചെങ്കിൽ ആ ചോറ് മതിന്ന്. ഓൻ എന്തായാലും കൈകൊണ്ട് താങ്ങുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ആ മാക്സിനുള്ളിൽ കൂടെ താഴത്തേക്കിട്ട് പോരി. അത് ഓനിക്ക് തന്നെ അറിയാം. ആ മക്കനൊക്കെ നേരെ ഇട്ട് കൊടുക്ക, ചെറിയൊക്കെ തുടച്ചെടുത്താ. എന്താ ഒരു കെയറിങ്. തള്ള നമുക്ക് സ്വന്തം തള്ളനി ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാതെ ഒരു ചങ്ങായിയുടെ പിന്നാലെ ഈ വള്ളയും വെച്ച് കെട്ടിയിട്ട് ഒന്ന് നടക്കുക. ഓനിക്ക് മാമു വാരി കൊടുക്കാനും ഓനെ കൊണ്ടുപോയി കുളിപ്പിച്ചാനും ഓന്റെ വേറെടുക്കാനും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സാധാരണ ഞങ്ങളൊക്കെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസവത്തിനൊരു പെണ്ണ് പ്രസവിച്ച പെണ്ണിനല്ലേ നിർത്തുക. ആണിന് ഇന്ന് വരെ നിർത്തിയ ചരിത്രമല്ല. അതെന്താ? പെണ്ണിനെ കുളിപ്പിക്കലും മരുന്ന് വെക്കലും കാര്യങ്ങളും ഒക്കെ വേറൊരു പെണ്ണായിയ. ഇവൻ പ്രസവിച്ച ആരെ നിർത്തുക? ലോഡിങ്ങാരെ. അല്ലാതെ ഇപ്പൊ പെണ്ണ് വന്ന് എന്റെ പേരെടുക്കും. ഇവനിക്ക് പേറ്റിന് വാർക്കാൻ വന്ന പെണ്ണ് ഇവനെ കുളിപ്പിച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണൊരു തൊള്ളയുള്ള ആക്കാരം. യാ അല്ലാ, എന്താ ഈ കാണുന്നതെന്ന് വെച്ചിട്ട് ഇവൻ അമറാ നടക്കുന്നത്. മറ്റോ മാമുണ്ണാനും ഓന്റെ തള്ളത് വരെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിക്കണോ ഒരു നേരത്തെ മരുന്ന് കുടിച്ചിക്കണോ എന്നുള്ളത് നോക്കാൻ ഓനിക്ക് നേരല്ല. ഓന്റെ പിന്നാലെ നടക്കുക ഇവൻ്റെത് താങ്ങിയും കൊണ്ട്. ഇവന്റെ പള്ള താങ്ങണം, ഓൻ വെച്ച ബലൂണ് താങ്ങണം, 2 ചിരട്ട താങ്ങണം, ചിരട്ട പിന്നിക്ക് വലിച്ച് കെട്ടിക്കൊടുക്കണം. എന്തെല്ലാം പണികളെ നേരം വെളുത്ത ആശിക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുമ്പ് പോനെ ആ മറ്റേതിമ്മ കടന്നിട്ട് പറഞ്ഞിരുന്നു, ഒന്ന് ആശിയെ ഇതൊന്നും അല്ല, ഞാൻ ഉമ്മയാകാൻ പോകുന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളായിട്ട് അറിയാതെ ഉമ്മയാകാണോ എന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഓനെന്നെ മുൻകൂർ ജാമ്യം എടുത്തുക. അതൊന്നും അല്ല പോശി. ഇതാ കണ്ട എനിക്ക് എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ സ്കിന്നൊന്ന് ഈവൻ ടൂൺ ആക്കാൻ വേണ്ടി ഞാൻ ഒരു IV ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അതാണ് ഈവൻ ടൂൺ ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാ. നോക്കിയ ടൂണായിരിക്കും. ഇമ്മാവാനും വാപ്പാവാനുള്ളതല്ല. ഉമ്മയാകാനും വാപ്പയാകാനുള്ളതൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മളിപ്പോ ഓൻ്റെ കടത്തം കണ്ടപ്പോ ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ വല്യപ്പയോ ഒക്കെ പാടെ ഒരുമിച്ചാവുമെന്ന് വിചാരിച്ച് നിൽക്കില്ലായിരുന്നു. ഒന്നുമല്ല. ഓനിക്ക് മറ്റവൻ്റെ സ്കിന്ന് ശരിയാക്കാനത്രേ. നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്തൊക്കെ കോമാളി വേഷം കെട്ടാൻ പറ്റുമോ അത് മുഴുവൻ ഈ ചങ്ങായി കെട്ടും. എന്നിട്ട് എന്ത് ചെയ്യും?
വൈകുന്നേരം ആയാൽ അത് ഏതെങ്കിലും മറ്റേ മെഡിക്കൽ ഷോപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആസ്പത്രിയിൽ പോയിട്ട് ഇതാ എന്റെ മൂടൊന്ന് വെളുപ്പിക്കണം, ഇതാ എന്റെ ഇവിടെ കുറച്ച് പൊന്തിച്ചണം, അവിടെ കുറച്ച് താത്തിച്ചണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ മുഴുവൻ അവിടെ കൊടുക്കും. എന്നിട്ട് ഓൻ പറയും ഞാൻ ജന്മനാ എങ്ങനെയാണെന്ന്. എന്ത് ജന്മനാ അങ്ങനെ? ഇതിപ്പോ ഞാൻ 4 ഇഞ്ചക്ഷൻ ഹോർമോൺ പെണ്ണുങ്ങളെ ഹോർമോൺ കുത്തി വെച്ചാൽ ഞാനും ഇത് അതേമാതിരി ഉളഞ്ചിങ്ങനെ നടക്കും. അതെന്താ അറിയോ, ആ ഹോർമോണുകൾ കയറുകൊണ്ടാണ്. അല്ലാതെ ഇത് ജന്മനാ കിട്ടിയതൊന്നും അല്ല. ജന്മനാ ഇപ്പൊ ഇങ്ങനെ ഉളഞ്ചി നടക്കണോനും പെണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കിട്ടുമോ? ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇബന്റെ ഒരു സുഖത്തിനും വേണ്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കളഞ്ഞിട്ട് ഓന് ഇപ്പൊ പറയാണ് ട്രീറ്റ്മെന്റ് ആണിത്, അല്ലാതെ ഉമ്മയല്ല വാപ്പിയല്ല, ഇത് ട്രീറ്റ്മെന്റ് ആണെന്ന്. ഞാൻ പാലക്കാട് ഇപ്പൊ 4 ദിവസം മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന്റെ തലേദിവസം ഞാൻ പാലക്കാട് പോയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് നിൽക്കണോൻ പറഞ്ഞു ആ പോണത് ആരാന്ന് അറിയോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു. അപ്പൊ ഒരു മാക്സി ഒക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീ ഒരു കവറിൽ മറ്റെന്തോ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ചോദിച്ചു. അതാണ് ആഷിയുടെ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു. അപ്പൊ ഒരു സൈഡിന്റെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ആണ് പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ ആ സ്ത്രീനെ ഇങ്ങനെ കുറേ നേരം നോക്കി. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നിട്ടോ എനിക്ക് അതിനെ കണ്ടപ്പോ. ഒന്ന് ആലോചിച്ച് നോക്കണം. വിയർപ്പിന്റെ അസുഖമുള്ള ഓനിക്ക് ഓസിക്ക് ഇങ്ങനെ നന്നാൻ കിട്ടുകയാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത്? അപ്പൊ ഓനും എന്തായി, ഓനും ഒന്നാണ്ട് ഉളഞ്ചൽ തുടങ്ങി. ഗേണ്. എന്നിട്ട് മറ്റോ ഇന്റർവ്യൂ കയറിയിട്ട് പറയാ ആശി എന്നെ പെണ്ണുങ്ങളെ മാതിരി തന്നെ കാണുന്നു, ഒരു പെണ്ണിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ആശി, അല്ലാതെ ആശി എന്നെ ഗേ ആയിട്ടോ ആശി എന്നെ ഒരു എന്താ പറയാ ആണായിട്ടോ ഒന്നും അല്ല കാണുന്നതെന്ന്. ആശി ഇപ്പൊ അന്നെ പടച്ചോനായിട്ടും കാണും എന്ന് വെച്ചിട്ട് ഞങ്ങള് കാണണമെന്നുണ്ടോ? മനസ്സിലായോ? ഓനിക്ക് വിയർപ്പിന്റെ അസുഖമാണ്. അതുകൊണ്ട് ഈ ഓൻ പറയണേ ആശയെ ഞാനാണ് പടച്ചോനെ എന്നുള്ളത്. ആയിക്കോട്ടെ അറിയും. കാരണം മുണ്ടൂല. ഓനിക്ക് ആ കോട്ടും സൂട്ടും ഇട്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് നങ്ങിയാൽ മതി. എന്നാ ഓന്റെ പ്രശ്നം കുറേയാണ് തീരും. അതെനക്കും അറിയാം. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ വറ്റില്ല കജ്ജോണ്ട് കോയിനാട്ടിയ മാതിരിയാണ് ഓൻ എങ്ങനെ തെളിച്ചാലും ഓൻ പിന്നാലെ വരുന്ന നിനക്ക് നല്ലോണം അറിയും ജാസി. അതിനാണ് ആ ചെങ്ങായിനി അടക്കം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും കോമാളിത്തരം കിട്ടുന്നത്. അതുകൊണ്ട് ഇനിയിപ്പൊ എന്റെ പേറും പ്രസവം ഒന്നും നടക്കൂലെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഈ സാധനങ്ങൾ ഇനിയിപ്പോ ബില്ലും ഇല്ല എന്റെ അടുത്ത് തിരിച്ചു കൊടുത്തെടുക്കുമെന്നാവോ? പക്ഷെ അതങ്ങോട്ട് പോയി കിട്ടി. എന്തൊക്കെ തരം കോമാളിത്തരം ഈ ചെങ്ങായി കാണിക്കണം. ഇതിന്റെ അടിയിൽ ഇങ്ങോട്ട് നോക്കാം. ഇതാരാ അറിയോ? ഇതൊന്ന് ഹണി റോസ്, മറ്റേത് മണി റോസ്. അങ്ങനെ ഹണി റോസും മണി റോസും പാടെ ഒന്നിക്കുകയാണ് ഗെയ്സ്. ആലോചിച്ച് നോക്കണം. ഇവന്റെ ഇടക്ക് കുറെ കാലം സാരീനെ എടുത്തിട്ട് ചുരിദാറൊക്കെ ഇട്ടാ ഓനെ തന്നെ പറയുന്ന നയൻതാരാന്നായിരുന്നു. നമ്മക്കല്ലേ അറിയുള്ളൂ ഇത് പഴുതാരയാണ് എന്നുള്ളത്. എന്നാലോ മറ്റേ ആശി നയൻതാര വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ പിരിയായിട്ടും ഓനെ മാക്സിമം സുഖിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്റെ ജോലി. ഓ അങ്ങനെ മാക്സിമം ഓൻ്റെ ഒറിജിനലാണെന്ന് കാണിക്കാനുള്ള ബത്തപ്പാടിലാണ്. ഇങ്ങോട്ട് നോക്കാം. ആ ഈ കൊലസ്ത്രീ എന്ന് കേട്ടിട്ടുള്ളൂ. ഈ ഇരിക്കണതാണ് സംഭവം കൊലസ്ത്രീ. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോള. ഇതന്നെയാണ് കൊലസ്ത്രീ. ഈ കൊലല്ല സ്ത്രീകളെയാണ് കൊലസ്ത്രീ എന്ന് പറയല്. മനസ്സിലായോ? ഞാൻ എടുത്ത പാഠം വല്ലതും നിങ്ങളെ വണ്ടിക്ക് കേറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറയും. ഇതിൽ കൂടുതൽ തെളിച്ച് പറയാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. കേറുന്നുണ്ടോ? മാക്സിമം ഓനൊരു പെണ്ണാണ്, ഓനിക്ക് പെണ്ണുങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടെന്ന് കാണിച്ചാൻ വേണ്ടിയിട്ട് മാക്സിമം ഓൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാ കണ്ടോ? കണ്ടില്ലേ? ഒക്കെ ഒറിജിനലാ. ആരാ വന്നിക്കണേ? ഇത് മറ്റേ ആ കാക്കാടെ പിന്നാലെ നടക്കണ ചങ്ങായിയല്ലേ? അന്ന് ഫോട്ടോ എടുക്കണ ആരാ അറിയോ? ഓന്റെ തന്തനേക്കാ പ്രായമുള്ള ഒരു ചങ്ങായിനെ പ്രേമിച്ചിട്ട് നടക്കുക. നമ്മളെ എന്താണ് മച്ചമ്പിയേ അത് ശരിയാവൂല അങ്ങനെ പറയുന്ന ചങ്ങായില്ല. എന്താ അതിന്റെ പേര്? കൊച്ചുപ്രേമനെ പ്രേമിച്ച് നടക്കണ ഒരു ചങ്ങായി. അത് എന്തോ ഒരു കാണാൻ ചേരും കോലമുള്ള ചങ്ങായിന്. ഓനൊക്കെ പിന്നെ കമ്പനി. അത് ആശയ്ക്ക് ഇഷ്ടാവുക അന്യ പുരുഷന്മാരെത്തൊക്കെ ഇങ്ങനെ ഇരിക്കണത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇവനോടുണ്ട് ഇപ്പൊ അടുത്ത് ആരോ ചോദിക്കണോ, ജാസി ഗൾഫിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ലേ? എന്നാ ദുബായിൽ പോണം, എന്റെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ എന്നിട്ട് വേണം പോകാം. എന്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്? എവിടേക്ക് പോണു ഇജ്ജ്?
എന്റെ കൊലയാണ് മുറിച്ചാതെ ജി ചുരിദാർ ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് ചെന്ന ദുബായ് പോലീസാണ് മുറിച്ചത് കളയും കേട്ടോ. കൊറേ എന്നോട് പറയണു പിന്നെ ഈ ചെന്തിനങ്ങോട്ട് കെട്ടിയെടുത്ത് വയ്ക്കും. ഓനിക്കൊന്നും പോകാൻ പറ്റൂല ദുബായിക്ക്. ഓന് ഈ കേരളത്തിൽ കാണിക്കണ മാതിരിയാണ് ദുബായില്. അത് വേറെ രാജ്യമാണ്, അവിടുത്തെ നിയമം വേറെയാണ്. ഇപ്പം ചുരിദാറും ഇട്ടിട്ട് മറ്റേ ഈ പൊട്ടും തൊട്ട് കുറച്ച് മുടി നീട്ടി വളർത്തി 2 ചിരട്ടിയും വെച്ചിട്ട് ആ കൊലയും കൊണ്ട് ആ ആണുങ്ങളെ പാസ്പോർട്ടിലൊന്നാണ് ചെല്ലട്ടെ. വേറെണ്ട അറിയും. ഒന്നാമത് ഇപ്പൊ ഖത്തർ കാട്ടിയ മാതിരി, ഖത്തറിൽ ഇപ്പൊ ഈ ഐറ്റല്ലല്ലോ, ഖത്തർ മൊത്തം തുടച്ചു കളഞ്ഞോളൂ. ആദ്യം ഫുള്ള് ഉണ്ടായിരുന്നു ഖത്തറിൽ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പീനിൽ ഉള്ള കുറച്ച് ആളുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഓലെയും കാണാൻ കിട്ടുന്നില്ല. ഖത്തറിലുള്ള ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓലെ കാണാൻ കിട്ടൂല. കാരണം എന്താ അറിയോ, ഖത്തർ പതുക്കെ ഫുള്ളായിട്ട് തുടച്ചു കളഞ്ഞു. അതേ പരിപാടി തന്നെയാണ് ഇപ്പൊ ദുബായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയണത്, ഞാൻ അങ്ങോട്ട് ദുബായിക്ക് ചെല്ലുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, എന്റെ ബിസിനസ് ഒക്കെ അവിടെ. എന്റെ എന്ത് ബിസിനസ്? അതും കൂടി ഒന്ന് പറഞ്ഞാട്ടിക്ക ഇജൊന്ന് ചെന്ന ദുബായിക്ക് ഒന്ന് കാണട്ടെ. ഈ കൊല മുറിച്ചാതെ ഒന്ന് ചെന്ന ദുബായിക്ക്. അത് ദുബായ് പോലീസ് മുറിച്ചിട്ടേ അത് പേഴ്സിലിട്ടിട്ടാണ് ബൈക്കോറ്. എന്റെ ഒരു വളവ് അവിടെ നടക്കൂല മകനെ. കേട്ടിട്ടില്ലല്ലോ നിങ്ങളെ? ഇതാ ഒന്ന് കേട്ടോ. ദുബായില് പോകും, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ദുബായില് കുഴപ്പമില്ല, ഷോപ്പ് നന്നായി പോകുന്നുണ്ട്. ആശയം എടുക്കാൻ പോയിട്ട് വരാറുണ്ട് ഞാൻ. ഇങ്ങനെ കണ്ടോ, പച്ച നോണയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഹായ് എന്ന് അറിയണത്. ആശ എവിടേക്ക് പോണു? ആശയുടെ പെരക്കാരോന്റെ പാസ്പോർട്ട് പിടിച്ചേച്ചിക്ക. അറിയോ നിങ്ങക്ക്? ഇവൻ മറ്റേ ആശി സത്യം ചെയ്ത് പറഞ്ഞതാ, എന്ത് ഞാൻ ഇനി പെണ്ണ് കെട്ടി സുഖമായി ജീവിച്ചോളാന്ന്. അങ്ങനെ ഓന്റെ ഏട്ടനും കുടുംബങ്ങളും ഉമ്മയും ഒക്കെ കരഞ്ഞ് പറഞ്ഞിട്ട് ഇനി ഇവനെ കാണൂല, മീറ്റ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായി ഇനി ഇവിടെ നിന്നോളാന്ന് സത്യം ചെയ്ത് പറഞ്ഞതാ. പാസ്പോർട്ട് ഈ വീട്ടുകാരെ കയ്യിലുള്ളത്, ആരുടെ? ആശിയുടെ പാസ്പോർട്ട്. എന്നിട്ട് ഇവൻ തൂറാൻ പിന്നിക്ക് പോയതാ. പിന്നെ പൊന്തണത് ഇവന്റെ കട്ടിലോട്ടില്ല. ആശി ഇടക്ക് ദുബായി പോയി വരലുണ്ടെന്ന്. അതിൽ അവിടെ ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ കയറിയെന്ന് പറഞ്ഞു കേട്ടോ. ഓല് വേണമെങ്കിൽ വിശ്വസിക്കും. ഇതിനെക്കുറിച്ച് അറിയുന്നോല് എന്തായാലും ഇത് വിശ്വസിക്കൂല. ഒരു ഉളുപ്പില്ലാതെ ഇത്ര പച്ചക്ക് നുണ പറയാൻ അന്നെ കഴിഞ്ഞ വേറെ ഉള്ളൂ. എന്നാ അന്നൊന്ന് വിമർശിച്ചാലോ? അന്റെ ഫാൻസ് ഇല്ലേ, പാതിരാ ഫാൻസ് ഒക്കെ ഇട്ട് വരും. എന്തിനാണ് അങ്ങനെ? ഓൻ ജീവിച്ചോട്ടെ, നുണ പറഞ്ഞ് ജീവിച്ചണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ആളുകളെ പറ്റിച്ചും കബളിപ്പിച്ചും ജീവിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരെ നന്നായിട്ട് സംസാരിക്കും. ഓൻ പറയണേ ആശിപ്പ് ഇടക്ക് ദുബായി പോയിരുന്നുണ്ട്, അവന്റെ ബിസിനസ് ഒക്കെ അവിടെ. എന്ത് ബിസിനസ്സാണ് അവിടെ? കുബൂസും കച്ചവടോ? എന്താണൊക്കെ അവിടെ ബിസിനസ്? ഇവനെ അവിടുന്ന് പുറത്താക്കിയത് എങ്ങനെ അറിയോ? ഒരു കൂട്ടം ആളുകൾ, മലയാളികൾ പോയി കംപ്ലൈന്റ് കൊടുത്തു. എന്ത് ഇവ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ദുബായി പോലീസും പിന്നെ അവിടുത്തെ CID പാടെ അന്വേഷിച്ചിട്ട് പിന്നെ ഇവ എങ്ങനെയാ നടക്കണെന്ന് കണ്ടപ്പോ ഇവനോട് ചോദിച്ചു, ഓന്റെ ഐഡി ചോദിച്ചപ്പോ നല്ല കൊമ്പമീശൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിക്കാവുവാണ്. എന്നാ ഇങ്ങനെ നോക്കിട്ടോ ഓന് പെണ്ണിന്റെ വേഷം. അപ്പൊ ഓലിക്ക് മനസ്സിലായി ഇവന്റെ അസുഖം എന്താണെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു, ഇജി ഒന്നല്ലെങ്കിൽ ആണായിട്ട് നടക്ക്, അതല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ പോയിട്ട് നടക്ക്. ഈ 2 പരിപാടിയും പാടെ ഇവിടെ നടക്കൂല എന്നുള്ളത്. ഇവന് ഇവിടെ നടക്കണ മാതിരി ഇപ്പൊ ഇവിടെ പോകാൻ ചിലപ്പോ എന്ത് ചെയ്യും, പെണ്ണുങ്ങളെ ബാത്റൂമിൽ കയറിയിട്ട് മൂത്രമൊഴിക്കുവാക്കാരം. പക്ഷെ അത് കൂടെ ആണുങ്ങളാരെങ്കിലും കയ്യിന് കരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ചള്ള അടിച്ചാണ് പൊട്ടിച്ചും. അതല്ലെന്നുണ്ടെങ്കിൽ പോന്റെ പിന്നാലെ ഏതൊക്കെ പെണ്ണുങ്ങളുണ്ട്. എന്താണ് ആശിത ഉമ്മ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഓനിക്ക് ഉമ്മ കൊടുക്കുക. കൊടുക്കണോല് ശശിയാവും എന്നല്ലാതെ വേറെ എന്താ ഒരു കാര്യമല്ല. അത് ദുബായിൽ നടന്നില്ല. അപ്പൊ എന്തായി, നേരെ അങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ഓനിക്ക് ദുബായിക്ക് ചെല്ല എങ്ങനെ അറിയോ? ഉള്ള കൊലയാണ് മുറിച്ച് കളഞ്ഞ. അതോ മുറിച്ച് കളയോ? എമ്മത്ത് കളയില്ല. അതെന്താ? ഓനിക്കറിയാം അത് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിയുന്നുള്ളത്. അതുകൊണ്ട് ഓൻ അമ്മായിത്തെ പണിക്കൊന്നും തുന്നി നിൽക്കൂല. ഓൻ ഇതേനെങ്ങനെ നടക്കട്ടെ. മറ്റേ എന്താ പെണ്ണുങ്ങളെ മാതിരി പൂവുള്ള ഷെഡ്യൊക്കെ ഇട്ടിട്ട് ആ കൊലയും തൂക്കി അങ്ങനെ നടക്കട്ടെ. എന്നിട്ട് ഓൻ പറയണേ, ഞാൻ ഇന്ന് പെണ്ണാവും, നാളെ പെണ്ണാവും, മറ്റന്നാൾ ഉറപ്പായിട്ട് ഞാൻ പെണ്ണാവും, അതിട്ടെന്നാ എന്റെ പേറും നടക്കും. എന്തൊക്കെ പൂതിയവ എനിക്കറിയോ? ചില്ലറ പൂതിയൊന്നല്ല ഓനിക്ക്. ആ പേറും ആ കുട്ടീനെയും കാണണമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ബലൂണും സോക്സും വാങ്ങി എന്നെ വേണം ചവിട്ടാൻ ആദ്യം. അങ്ങനെ ഓൻ പെറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊല്ലമ്മ ഞാനൊരു മോതിരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോതിരവും വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, മോതിരം എങ്ങോട്ടോ ഇറങ്ങി ഓടിയിരിക്കണു ഈ കാര്യത്തിനാണെന്ന് അറിഞ്ഞപ്പോ. അത് പോട്ടെ, ഞങ്ങൾക്ക് പോയിട്ട് ഒരു വേറൊരു വീഡിയോ കാണിച്ചു. ഈ ആശുപത്രി തീറ്റപ്പിരാന്തനാത്രേ. നിന്നിരിപ്പിൽ 6ഉം 7ഉം പൊറാട്ടയത്തിലെ തിന്ന. അമ്മായി തീറ്റപ്പിരാന്തനാണ് ഈ ആശി. അപ്പൊ എന്താവും,
ജാസിക്ക് ഈ ഫുഡിന്റെ കുറേ പ്രൊമോഷൻ വീഡിയോ കിട്ടും. എന്നിട്ട് അതിൽ ഓനാണ് കയറി മറ്റേ ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യും. എന്ത് ഹായ് ജാസി ആൻഡ് ആഷി ആണാണ് അല്ല ആണ് പിന്നെ ആണും ആണാണ് ഒക്കെ കണക്കന്നെ ഓലെന്നെ പറയണ്ടോ ഓല ആണാണെന്ന് എന്നിട്ട് ഓല അങ്ങോട്ട് തുടങ്ങും തീറ്റ അമ്മാരി തീറ്റ ആ പ്രമോഷന് വിളിച്ചണ്ടീന്നില്ലാന്നായിട്ടുണ്ടാകും പീഡിയക്കാരിക്കതാ കണ്ടോ. ഹായ് ഗൈസ്, ജാസിയൻ ആഷിയാണ്. നിങ്ങൾ നല്ലൊരു സീ ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മടവന സിഗ്നലിൽ നിന്നും പനക്കാട് പോകുന്ന ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത്, സീ ഫുഡ് ദർബാർ. നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകൾ നമ്മൾ ചൂസ് ചെയ്ത് അവിടെ തന്നെ അവർ ഗ്രില്ല് ചെയ്ത് തരുന്ന അടിപൊളി റെസ്റ്റോറന്റ് ആണ്. ഇവിടുത്തെ സാധാരണ ഹോട്ടലിലൊക്കെ അവിടുന്ന് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഓല് ദുബായിൽ നിന്ന് കൊടുത്തയക്കലല്ലേ. അപ്പൊ പറഞ്ഞു കേട്ടോ, അവിടുന്ന് ഇഷ്ടപ്പെട്ട അവിടുന്ന് തന്നെ പോലെ ചെയ്തു തരുന്നു, നമുക്കത് ഉണ്ടാക്കി തരുന്നു. അതൊക്കെ വലിയ പുതിയ അറിവാട്ടോ. ഞങ്ങളൊക്കെ നാട്ടില് ഞങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പോലെ ഫ്ലിപ്കാർട്ട് വഴി ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നവരിലാണ്. ഇതിപ്പോ വല്ലാത്തൊരു അറിവായി. ഇതാ ബാക്കി കേൾക്കാം. എന്താ പറയാ, അടിപൊളി. സത്യം പറയാലോ, ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ആ കഴിച്ച ഫുഡിന്റെ ടേസ്റ്റും എല്ലാം കൂടി എന്റെ വായിൽ വെള്ളം വന്നോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഫിഷ് മന്തി. നമ്മൾ ചിക്കൻ മന്തി ഒക്കെ കഴിച്ചില്ലേ, പക്ഷെ ഈ ഫിഷ് മന്തി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനും അല്ലാതെ എരിയുള്ളത് തിന്നണ്ട, അത് പിന്നീട് മെനയാവും. അത് പോട്ടെ, ബാക്കിയും കാണാം. നല്ല കണ്ടോ, നല്ല കോളല്ലേ, ഇരുന്നിങ്ങനെ നക്ക സ്വയം ഗേ ആണെന്നും പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് നക്കുക. ഒരു പണിക്കും തൊഴിലും പോണ്ട, ഒരു മറ്റേ പെരയുടെ ഒരു ഉത്തരവാദിത്തമല്ല, പെരക്കാരുടെ വാടക കൊടുക്കണ്ട, ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണ്ട, ഒന്നിനും ഒരു ചെലവുമില്ല. ഈ കോട്ട് കണ്ടിടുക, ഇരുന്ന് ഇങ്ങനെ നണ്ട ഒരു കോമാളി വേഷം കെട്ടിയിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങള്. പക്ഷെ ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, കണ്ടോളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എഴുതി കുറിച്ച് വെച്ചെന്റെ വാക്ക്, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവൻ അധികം കാലമൊന്നും പോകില്ല. മറ്റോല്ലേ ആ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്ക് മറ്റേ മയമയൊക്കെ വേണ്ടിട്ട മാതിരി എങ്ങനെ ചീർത്ത് വരും, കണ്ടോളുണ്ടോ. അപ്പൊ എന്ത് ചെയ്യും, മുങ്ങ വിടുന്നത്. കാരണം എന്താ അറിയോ, പിന്നെ ഇപ്പൊ തന്നെ ഓനേക്കാ എത്ര വയസ്സധികം വെച്ചിട്ടാ ഈ ജാസിക്ക്. ശരിക്ക് ജാസി അന്നാ പെണ്ണ് കെട്ടിയിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇവന്റെ അത്ര പോന്ന മറ്റേ ഒരു ചെറുക്കുണ്ടാവും. ഇപ്പൊ എന്നിട്ട് ആ ചെറുക്കിനെയും വെച്ചിട്ടാണ് ഇപ്പൊ ഇതിന്റെ ഭർത്താവാണ്, ഇതിന്റെ കുട്ടിയുടെ വാപ്പയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. കണ്ടോളുണ്ട് നിങ്ങള്. ഒരു 3-4 കൊല്ലം അതിന്റെ മുന്നിൽ ഈ വാപ്പിയും മകനും ഭർത്താവും കെട്ടികളും ഒക്കെ ശരിയാവും. കണ്ടോളൂ നിങ്ങള്. അതിന് പറ്റിയ കുറച്ച് ടീമും ഒപ്പം ഉണ്ട്. അതാ കാക്കതാ തിരിഞ്ഞു പോണു. എന്താ ഇതിനൊക്കെ പറ, എന്ത് പറഞ്ഞാലും അധികമാവൂല. ഇവനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും മതി വരൂല. എന്തായാലും ഇപ്പൊ എനിക്ക് സമയമല്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നാ. ശരി.